ഐഡീസ് ഇന്ന് ഉറട്ടി തിന്നണമെന്നൊരു മോഹം. അങ്ങനെ ഞാൻ കുറച്ച് ചൂട് വെള്ളത്തിൽ ഗോതമ്പെടുത്ത് ഇങ്ങനെ കുഴച്ച് റെഡി സെറ്റാക്കി വെച്ചേക്കുവാണ് ഗായ്സ്. ഇനി നമുക്ക് ഓരോന്നെടുത്ത് ഉരുട്ടാനായിട്ട് ഇല. ഇത് നമ്മുടെ പറമ്പിലെ ഇലയല്ല, നാട്ടുകാരൻ്റെ പറമ്പിലെ ഇലയാണ്. അതിനി എടുത്തുകൊണ്ട് വന്ന് ഓടയുടെ വിറത്ത് നിന്ന് ഓടയുടെ ചെവിരി നിന്നതാണ് ഗായ്സ്. അപ്പോഴേ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ചുരണ്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ടേ. ഇന്നെന്താണെന്നറിയാം, ഇത് നമ്മുടെ ഒറോട്ടി ഉണ്ടാക്കാനാണ്. അപ്പോൾ എത്ര തേങ്ങ, ഇത് ഉപ്പിട്ട വെള്ളത്തിനകത്താണ് കുഴച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ എത്ര തേങ്ങ ഇടുന്നോ അത്രയും രുചി ഉണ്ടാവും ഗായ്സ്. ഭയങ്കര ടേസ്റ്റാണ്. ഇത് പണ്ട് എൻ്റെ ഗ്രാൻഡ്മ ഞാനിതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓർമ്മിക്കുന്ന ഒരേ ഒരാൾ, മൈ ഗ്രാൻഡ്മ. ഷീ വാസ് ദി ഗുഡ് ഷെഫല്ലെങ്കിലും വീട്ടിലെ ഷെഫായിരുന്നു. മരണപ്പെട്ടു പോയി. ഒരു 5-6 കൊല്ലമായി. ഒരു കൈ വെച്ച് ഞാൻ വീഡിയോ പിടിച്ചിരിക്കുക ഗായ്സ്. ഇത് ഉരുട്ടട്ടെ. അടുപ്പ് ചൂടാക്കി നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുഴച്ച് റെഡിയാക്കട്ടെ. ഇത് കിടന്ന് ഓടുന്നു ഇത് വെച്ചിരിക്കുന്ന ചരുവ്. അപ്പം എനിക്ക് താങ്ങാൻ പറ്റൂല, എനിക്ക് ക്യാമറ ഇല്ലേ. ഓക്കെ, ഞാൻ പിടിക്കാം. അല്ല, പരത്തിയിട്ട് കുഴച്ചിട്ടൊക്കെ കാണിക്കാം ഗായ്സ്. വെയിറ്റ് ചെയ്യേ. ഒന്നും കഴിച്ചില്ല, 10-11 മണിയായിപ്പം. അപ്പോഴേ ഗായ്സ്, ഒരു കയ്യേ ഉള്ളത് കാരണമാണ് നിങ്ങൾ ഇങ്ങനെ കാണുന്നത്. ഞാൻ ആ തേങ്ങാപ്പീരി ഇരുന്ന് അതിൽ ഇച്ചിരി വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. കൈ വെച്ച് ഇങ്ങനെ കുത്താനായിട്ട് ഇങ്ങനെ പരത്തിയിട്ട്. ഒറ്റ കൈയും വെച്ച് പെണ്ണുങ്ങൾ അടുക്കളയിൽ കിടന്ന് എങ്ങനെയാണ് ജോലി ചെയ്യുന്നതെന്ന് ഇത് കഴിക്കാൻ പറ്റുന്നവർക്ക് എല്ലാ ഇതും ഉണ്ടോ. റൗണ്ട് ഷേപ്പാക്കി എടുക്കാനാണ് ഗായ്സ് പാട്. ഒറ്റയ്ക്ക് നിന്ന് ക്യാമറയുമായി മൽപ്പിടുത്തമാണ്. എന്നാലും എനിക്ക് ഇതൊക്കെ ചെയ്യണം. വയ്യ ഗൈസ്, എൻ്റെ ഷോൾഡർ പോയി, ഫാറ്റി ലിവറുണ്ട്, ആകെ വരത്തി. ഒന്നും കഴിക്കാൻ പറ്റൂല. ഇതിപ്പം കഴിച്ചുകൂടത്തെയാണെന്ന് തോന്നുന്നു. ഗോതമ്പ് കഴിച്ചുകൂടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ എന്തെങ്കിലും കഴിക്കണ്ടേ ഗായ്സ്, മരിക്കുമ്പോൾ മരിക്കും. അപ്പോഴേ ഞാൻ ഇതിൽ ഒരു തുള്ളി നമ്മളെ പാമോയിൽ ഒഴിച്ചിട്ടുണ്ട് ഗായ്സ്. ഇതിനിങ്ങനെ അങ്ങനെ പരത്തും, അല്ല ഇടും. ഞാൻ ആ ശബ്ദമാണെന്ന് നോക്കിയേ ഗായ്സ്. അങ്ങനെ നമ്മൾ ഓരോന്നും ഇങ്ങനെ ചുടും. വാവ്, പൊട്ടിത്തെറിക്കുന്നുണ്ട്. പൊട്ടിത്തെറിക്കുന്ന പ്രശ്നമൊന്നുമില്ല. നമ്മളെ ഈ ഇലയില്ലേ, ഇതിനകത്ത് ഉള്ള വെള്ളമാണ് അതിരിക്കുന്നത്. അപ്പോൾ ഈ ഇലയിലെ വെള്ളം, അത് എണ്ണയില്ലേ അങ്ങോട്ട് വെച്ചത്. അപ്പോൾ അതിൻ്റെ പൊട്ടിത്തെറിയും ചീറ്റലും ഒക്കെയാണ്. അതങ്ങ് പോകും ഗായ്സ്. അതൊക്കെ ഒരു വഴിക്ക് പോകും. അപ്പം നമുക്കേ ഇങ്ങനെ ഞാൻ പരത്തി വെച്ചിട്ടേ ഉരട്ടി ഉണ്ടാക്കിയതിന് ശേഷം നമുക്കിനി കാണാം ഗായ്സ്. അതാണ് നല്ല ആരോഗ്യത്തിന്. ആ പൊട്ടിത്തെറി ചീറ്റലിലും പറ്റൂല. ഒറ്റക്കൈ വെച്ച് ക്യാമറ പിടിക്കണ്ടേ. ഓക്കെ, നമുക്ക് ഉരട്ടി കണ്ടിട്ട് ചുട്ടിട്ട് ഞാൻ കാണിക്കാം ഗൈസ്. വൺ സൈഡൊക്കെ മൊരിയുമ്പോൾ. ഓക്കെ ഗൈസ്, ഇത് എന്തായെന്ന് എനിക്കറിയില്ല. വട്ടയിലൊക്കെ കരിഞ്ഞിട്ടുണ്ട്. പഴമക്കാർ പറയുന്നതല്ലേ ഇത് എന്തായാലും ഇളകി വരുമെന്ന്. ഇതിലിച്ചിരി വെള്ളമയം ഉണ്ട് ഗൈസ്. അപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്. ഇച്ചിരി എണ്ണയൊക്കെ ഞാൻ തൂത്തായിരുന്നു. പക്ഷേങ്കിൽ അത്ര എണ്ണ പോഴേ ആയിരിക്കും, അറിയില്ല. ഞാൻ എന്തായാലും തിരിച്ചിടാൻ നോക്കാം. ഒരു ചട്ടുകം എടുക്കട്ടെ. അവിടെ എല്ലാം ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് ഓരോന്ന്. അപ്പം ഞാൻ ചട്ടുകം എടുത്തോണ്ട് വരട്ടെ ഗായ്സ്. അരി വെള്ളത്തിയിട്ടേക്കുക പുട്ടിന്. വേണ്ട, അലമ്പ് അതിൻ്റെ തേങ്ങ ചോറ് വെക്കാൻ, കറി വെക്കാൻ ഗൈസ്. ഞാൻ ഈ അടുക്കളയിലേ ഒറ്റയ്ക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കയറി പാചകം ചെയ്യുന്നത്. തേങ്ങ മുരിങ്ങേൻ്റെ എണ്ണയും കൂടെയാണ് ഗൈസ്. നല്ല രീതിയിലാണ്, നല്ല മണം. നല്ല മണം. ഇനി ഇത് എടുക്കുമ്പം കാണിക്കാവേ ഗൈസ്. ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് ഗൈസ്. വാവ്, അണ്ട ഇങ്ങനെയൊക്കെ ആവണം. അതിന് ഷേപ്പൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ.
എനിക്ക് ഈ പാചകം വലുതായിട്ട് അറിയത്തില്ല, വാചകം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അടുത്തതെടുക്കുന്നു ഗൈസ്. വാവ്, അയ്യോ എൻ്റെ അമ്മോ, ഇതെന്താവും തീരുമെന്തോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എൻ്റെ പാചകം അറിയാവുന്നവളാണെന്ന്. അപ്പം ഞാൻ ഇതിനകത്ത് ഇച്ചിരി പഞ്ചസാര ഇട്ട് കഴിക്കാൻ പോകുന്നു. വിശന്ന് വയ്യ. പഞ്ചാര വിതറുന്നു, പഞ്ചാര വിതറുന്നു. കഴിക്കട്ടെ ഗൈസ്. വിശന്ന് താഴെ വീഴും ഗൈസ്. ഭയങ്കര ചൂട്. വാ, അയ്യോ അയ്യോ അയ്യോ. ഫാനിൻ്റെ എവിട്ടി കൊണ്ടുവച്ച് തിന്നാം. അപ്പോഴേ ഗൈസ്, ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ ഇന്നത്തെ. രാവിലെ ഒറ്റ കഴിക്കാതെ 12 മണിയായപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടാ. വേണോ ആർക്കെങ്കിലും? കട്ടൻ ചായയായിട്ട് മഴയത്തിരുന്ന് ചുറ്റോട്ടിരുന്ന് കൊച്ചുങ്ങളത് സ്കൂളിൽ നിന്ന് വരുമ്പോൾ എടുത്ത് വെച്ച് കഴിച്ച് ഒരു ചിക്കൻ സാധനം. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ആയിരം സൗഖ്യം നേരുന്നു കേട്ടോ. എല്ലാവരും വന്ന് വീഡിയോ കാണണേ.